ഹലോ ഗൈസ്, എല്ലാവർക്കും ടെക്ഫസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു 24 hours നമ്മൾ ടെൻറ്റ് സർവേ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല ഗൈസ്, നമ്മളിവിടെ മഹാദേവ് ഉണ്ട്, എൻ്റെ അനിയനാണ്. അപ്പം അവനെ കാണിച്ചു തരാം. ഹലോ ഗൈസ്, മഹാദേവ്. എൻ്റെ ചാനലിൻ്റെ പേര് മിസ്റ്റർ മഹാദേവ് എന്നാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും പോയി സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമ്മുടെ വ്ളോഗിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഗൈസ്, നമ്മുടെ മഹാദേവൻ്റെ കയ്യിലിരിക്കുന്ന ടെൻറ്റാണ് നമ്മളിതിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഗൈസ്, നമ്മൾ ടെൻറ്റ് അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ടെൻറ്റൊക്കെ കെട്ടി കഴിയുമ്പോഴത്തേക്കാണ്ട് ഇപ്പം ചോറിന സമയമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വാരയില കേട്ടോ, നമ്മൾ ചോറ് പാഴ്സലായിട്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പം ബാക്കിയെല്ലാം നമ്മൾ ഉണ്ടാക്കുകയാണ്. നമ്മൾ ചോറ് പാഴ്സലായിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ നമുക്ക് ചോറ് കഴിക്കാനുള്ള ഇല വെട്ടാൻ പോകാം ഗൈസ്. നമ്മൾ ഇല വെട്ടാൻ പോകാൻ കണ്ടേ, ഒറ്റ വെട്ട്. അങ്ങനെ ഗൈസ്, നമ്മളാണ്ട് ചോറ് തിന്നാൻ പോകണം. ഉച്ചയായി അല്ലേ? പകരം ഇപ്പോൾ എത്ര മണി? 1:30 ആയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ചോറ് കഴിക്കാൻ നമുക്ക് ചോറിൻ്റെ കൂടെ എന്തൊക്കെയാണ് നിങ്ങൾ കാണിച്ചു തരാം ഗൈസ്. ഈ ചോറുണ്ട് ഗൈസ്, പിന്നെ നമുക്ക് ഒരു മീൻ കറി ഉണ്ട്. ഇതൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. പിന്നെ നമുക്ക് കണ്ട ബീട്രൂട്ട് തോരൻ അല്ലേ, ബീട്രൂട്ട് ഇത്രയുണ്ട്. നമുക്ക് അപ്പോൾ വിളമ്പിയിട്ട് ഞാൻ കാണിച്ചു തരാം ഗൈസ്. നമ്മൾ ചോറ് വിളമ്പിടുണ്ട്. ചോറ്, മീൻ കറി, തോരൻ, പിന്നെ നമ്മുടെ ഇനിയും വേണേൽ ചോറൊക്കെ എടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനും വിളമ്പിയിട്ടുണ്ട്. മഹാദാന്ന് കരിച്ചാലാ, മഹാദാണ് ടേസ്റ്റ് നോക്കുന്ന ആൾ കേട്ടോ. എങ്ങനെയുണ്ടാ? ഇങ്ങോട്ട് നോക്കി പറ. അത് സൂപ്പറാണ്. കിടുകൻ ചൂര. ചൂരയൊക്കെ നല്ലല്ലേ ഗൈസ്? അപ്പം നമുക്ക് ഞാനിവിടെ കഴിക്കട്ടെ ഗൈസ്. അപ്പം നമുക്ക് കഴിച്ചിട്ട് കാണാം ഗൈസ്. ഗൈസ്, അങ്ങനെ വൈകുന്നേരം ആയിട്ടുണ്ട്. നമ്മൾ തേയിലവെള്ളം ഇടാൻ പോവാണ് ഗൈസ്. ചായ ഇടാൻ പാലില്ല, അതുകൊണ്ട് നമ്മൾ തേയിലവെള്ളം ഇടാൻ പോവാണ് ഗൈസ്. അപ്പം നമ്മൾ ആദ്യം തീ കത്തിക്കുകയാണ്. പിന്നെ നമുക്ക് അടുത്ത ശേഷം പാത്രം എടുത്ത് വെക്കണം ഗൈസ്. നമ്മുടെ മഹാദേവൻ അവിടെ കാറ്റ് വെച്ച് നമ്മുടെ തീ കത്തിക്കുന്നുണ്ട് ഗൈസ്. ഗൈസ്, അപ്പോൾ നമ്മൾ തീ കത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രം വെക്കാം ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തേയിലിടാൻ പോവാണ് ഗൈസ്. സ്പൂണാണ് മഹാദേവൻ തെന്നി കയറിയിരിക്കുവാണ്. ഇവിടെ കൊണ്ടുവന്നില്ല. വേഗം പോയി അങ്ങനെ വേഗം എടുക്കടാ. നമ്മുടെ തേയില വെള്ളത്തിൽ നമ്മൾ ആദ്യം തേയില വെള്ളം എടുക്കുകയാണ്. നമ്മൾ ആദ്യം പഞ്ചസാര ഇട്ടില്ലേ, മറന്നു. അടുത്തോട്ട് വന്നു പഞ്ചസാര ഇടാം. ഇതാണ് നമ്മുടെ തേയില വെള്ളം. ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഒരു പാത്രത്തിലേക്ക് പഞ്ചസാര ഇടുവാണ്. മതിയായിരിക്കും. ഇനി നമുക്ക് ഞങ്ങളേക്ക് നമുക്ക് തേയില വെള്ളം ഈ പാത്രത്തിലോട്ട് അങ്ങ് ഒഴിക്കാം. അപ്പം നമ്മുടെ അത് കരി അപ്പോൾ ഗൈസ്, നമ്മുടെ തേയിലവെള്ളം ആയിട്ടുണ്ട്. നമ്മളിനി ഗ്ലാസ്സിലേക്ക് ഒഴിക്കുകയാണ്. വൈകിട്ട് നല്ല തേയിലവെള്ളം കുടിക്കാൻ നല്ല രസമാണ് ഈ ചായ ഒരുമിച്ച് ഇങ്ങനെ. നല്ല രസമാണ് ഈ വൈകിട്ട് ഇങ്ങനെ ചായ കുടിക്കാൻ. നമ്മളിന്ന് നേരത്തെ ചായ ഇട്ട് കുടിക്കുകയാണ്. 3 മണിയായപ്പോഴത്തേക്ക് ഒക്കെ. ഈ കളർ നോക്ക്, അടിപൊളിയില്ലേ, നല്ല മധുരമൊക്കെ ഉണ്ട്. അപ്പം ഗൈസ്, ഇതാണ് നമ്മുടെ തേയില വെള്ളം. കണ്ട തേയില വെള്ളം നല്ല തേയില വെള്ളമാണ്. അപ്പം മഹാദേവൻ ടേസ്റ്റ് നോക്കിയേ. സൂപ്പറാണ്. അതിലെല്ലാം കറക്റ്റില്ല, അടിപൊളി കറക്റ്റ് തേയില, മധുരം എല്ലാം കറക്റ്റ്. അടിപൊളി അടിപൊളി തേയില വെള്ളം. നല്ല ടേസ്റ്റ് ഉണ്ട്, മധുരമൊക്കെ ഉണ്ട്, നല്ല രസമുണ്ട് ഗൈസ്. അടിപൊളി. നമുക്ക് അപ്പോൾ ഗൈസ്, നമ്മുടെ 3 മണി കൊണ്ട് ചായയൊക്കെ കുടിച്ചു. ഇപ്പം വെറുതെ ഇരിക്കുകയാണ് ഗൈസ്. ചെറിയ കിടന്നേ, നമ്മൾ പിന്നിച്ചതേ ഉള്ളൂ. നമുക്കിനി രാത്രിത്തേക്കുള്ള ഇപ്പി ഉണ്ടാക്കാൻ പോവാണ് ഗൈസ്. ഇപ്പി അപ്പോൾ നമുക്ക് പോകാം. നമ്മളെന്താ രാത്രിയിൽ ഉണ്ടാക്കാനെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാത്രി നമുക്ക് കിടന്ന് ഉറങ്ങണം. എന്നിട്ട് നമുക്ക് എന്നിട്ട് തിന്നിട്ടും കിടന്ന് ഉറങ്ങാനാണ് ഗൈസ് മൈൻഡ്. കാരണം ബോറടിക്കുന്നു ഗൈസ് തന്നെ വേണം. അപ്പോൾ നമുക്ക് തിന്നിട്ട് ഉറങ്ങാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഞാൻ വൈകിട്ടായതേ ഉള്ളൂ. ഇപ്പോൾ തന്നെ നമ്മൾ ഇപ്പി ഉണ്ടാക്കി വെക്കുകയാണ്. നമുക്ക് രാത്രി ഇല്ലാൻ വേണ്ടി. രാത്രി കുക്കിംഗ് വേണ്ടാന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് അല്ലേടാ. നമുക്ക് ഇപ്പി ഉണ്ടാക്കാനായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാം ഗൈസ്. അങ്ങനെ നമ്മുടെ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് ഗൈസ്. ആണ്ട് അപ്പോൾ നമുക്കിനി ഇപ്പി ഇടാം. അതെ വന്നേടാ. അപ്പോൾ നമ്മൾ ഈ ഇപ്പിയാണ് ഗൈസ് ഇരുന്നത് 10-ൻ്റെ കാണുന്നുണ്ടല്ലേ. അപ്പോൾ നമുക്ക് പോരാന്ന് പറഞ്ഞിട്ട് പൊട്ടിച്ചിടാം.
രണ്ടെണ്ണമാണ് ഗൈസ്, ഞങ്ങൾക്ക് 2 പേർക്ക് മസാലയൊക്കെ എടുക്കാം. നമ്മുടെ വെള്ളം നല്ലോണം തിളക്കിയിടുന്നുണ്ട് ഗൈസ്. അപ്പം നമ്മുടെ സച്ചിൻ ഇപ്പിടുകയാണ്. അടുത്തതും കൂടി നമുക്ക് പൊട്ടിക്കാൻ ഇടാം ഗൈസ്. അപ്പം നമുക്ക് രാത്രിത്തെ ഫുഡ് കണ്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഇതാണ് ഗൈസ് നമ്മുടെ രാത്രിത്തെ ഇന്നത്തെ ഫുഡ്. ഇനി മസാല കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മസാല ഇടണം ഗൈസ്. അപ്പോൾ ഇത് നമുക്ക് മസാല ഇടാം. ഓ ഗൈസ്, നല്ല മഞ്ഞ മസാലയാണ്, മഞ്ഞ കളർ. പൊട്ടിച്ചങ്ങിടാം. നല്ല കല്ല് പോലെ ഇരിക്കുന്നു ഈ മസാലയൊക്കെ. ഒരെണ്ണോടെ ഉണ്ട് ഗൈസ്. ഉണ്ടേ, ഇതുകൂടി നമുക്ക് കീറി അങ്ങിടാം. ഓക്കെ ഓക്കെ ഗൈസ്, നമുക്കിനി ഇളക്കണം. ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കല്ല് കണക്കാണ് ഇപ്പോൾ ഇരിക്കുന്ന മസാല. കണ്ടോ, ഞങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. ഇത് കല്ല് കണക്കിരിക്കുന്ന ഇത് വെറും മസാല. ഞങ്ങൾക്ക് ഇളക്കി ചെറുതാക്കി അലിച്ചെടുക്കണം. നല്ലോണം ഇളക്കുവാണ്. അങ്ങനെ ഗൈസ് കൊണ്ട് ഇപ്പി ആയിട്ടുണ്ട് ഗൈസ്, ഏകദേശമൊക്കെ ആയി. ഇനി ഇളക്കണം ഗൈസ്. ഇങ്ങനെ ഇപ്പോൾ ഒരു ചെറിയ രീതിയിൽ വെള്ളം ഉണ്ടല്ലേ, കുറച്ചും കൂടെ പറ്റാനുണ്ട്. വെള്ളമൊക്കെ പറ്റിയിട്ട് നമുക്ക് കണ്ടെയ്നറിലാക്കി വെക്കണം. എന്നിട്ട് നമുക്ക് രാത്രി എഴുതി തിന്നണം അല്ലേ? ഒന്ന് ഇളക്കട മഹാദനെ ഇളക്കുന്ന വീഡിയോ ഇനി എടുക്കില്ലെന്ന് പറയുന്നത്. ഏസാണ് മഹാദനാണ് ഇളക്കുന്നത്. ഇങ്ങോട്ട് നോക്കിയേ, കണ്ടോ ഏതാണ് മഹാദൻ ഇളക്കുന്നത്. മഹാദൻ ഭയങ്കര ഷെഫാണ് ഈസ്. അവിടെ ഇളക്കങ്ങോട്ട് വേഗം. അത് കളിക്കാതി, ചട്ടിയൊന്നും ഇത് കളയല്ലേ. ആകെയുള്ള ഫുഡാണ്, രാത്രിയല്ലേ വിശന്നിരിക്കേണ്ടി വരും. മതിയെങ്കിൽ മാറിക്കോ ഞാൻ ഇളക്കാം. അവന് കണ്ണെരിഞ്ഞ് ഓടി ഈസവൻ. പുക വരുന്നുണ്ട് നല്ല രീതി. അതുകൊണ്ടേ എൻ്റെ അത് മാറിയെങ്കിൽ കുറച്ച് തീ എടുത്ത് നമുക്ക് മാറ്റാണ്ട്. ഇത് ഭയങ്കര തീ ഉണ്ട് ഈസ് ഇപ്പം തന്നെ. അതുകൊണ്ട് ഒരുപാടായിപ്പോയാലും പ്രശ്നമാണ് ഈസ്. പിന്നെ അടിക്ക് പിടിക്കും ഗീസ്. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഒന്ന് ഇളക്കാം. ഇങ്ങനൊരു പരിവായി ഗീസ്. അപ്പോൾ ഗൈസ് നമ്മുടെ ഇത് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാം. നമ്മുടെ പാത്രത്തിലോട്ട് ഇപ്പറേ വിളമ്പണം, പുഴുകിപ്പോയാലോ. നമുക്ക് ഇപ്പഴേ വേണ്ട, ഇവിടെ വെക്കാം. ഇവിടെ നമ്മുടെ ഇപ്പി. ഓക്കെ കട്ട്. അപ്പോൾ നമ്മുടെ സച്ചിൻ വിളമ്പുകയാണ് ഇപ്പി. ഓരോരോ പാത്രത്തിൽ അടുത്തോട്ട് വേണം. സബ്സ്ക്രൈബേഴ്സിനെ ഇത് നല്ല സ്ഥലത്താണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത് വെച്ചും തട്ടിയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇതും കൂടി അകത്തോട്ട് എടുക്കണം. ഇച്ചിരി നിറയാനുണ്ടല്ലേ ഇത് ഈ പാത്രത്തിൽ ഇല്ലാണ്ട് ഇച്ചിരി നിറയാനുണ്ട്. ഓക്കെ, ഇച്ചിരി നമുക്ക് ഇടാം. അപ്പം നമുക്ക് കണ്ട് ഇട്ടിട്ടുണ്ട്. ബാക്കിയുള്ളത് മറ്റേ ഇതിലോട്ടും കൂടി നിറയ്ക്കാം. ദൂരെ ഒന്ന് പിടിച്ചോ. ഓക്കെ, ഇപ്പി ഫാൻസ് എല്ലാം ലൈക്ക് ചെയ്യുക. ഇപ്പി ഫാൻസ് ഒക്കെ ലൈക്ക് ചെയ്യണം. എനിക്കത്രയ്ക്ക് ഇഷ്ടമല്ല, മഹാദിന് ഇഷ്ടമാണ്. ഞാൻ ഇങ്ങനെ ഫുഡൊന്നും അതായത് കഴിക്കാറില്ല ഗൈസ്. അല്ലാതെ നല്ല നല്ല ഹെൽത്തി ഫുഡാണ് ഞാൻ കഴിക്കുന്നത്. പിന്നെ ഞാൻ അങ്ങനെ കഴിക്കാറൊന്നുമില്ല. മഹാദിനൊക്കെ കഴിക്കും. മഹാദനാണ് ഇത് കൊണ്ടുവന്നത്. ഞങ്ങളിത് ഒറ്റ ദിവസം കൊണ്ട് പ്ലാൻ ചെയ്തതാണ്. ഒറ്റ മൈൻഡിൽ വന്നതാണ്. അതുകൊണ്ട് പലവട്ടൊന്നും ചെയ്യാനത്. 26-ാം തീയതി രാത്രി തീരുമാനിച്ചാണ്. അപ്പം തന്നെ 27-ാം തീയതി രാവിലെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഗൈസ് നമുക്കിനി ഇത് രാത്രിത്തേക്കാണ്. നമുക്ക് എല്ലാം ഒന്ന് അടച്ചു വെക്കാം ഗൈസ്. എനിക്കൊന്ന് അടയ്ക്കുന്നുണ്ട്. ഇതും കൂടി നമുക്ക് അടയ്ക്കാം.
ഇവിടെ മഹാദേവൻ അവിടെ ഇരിപ്പുണ്ട് ഗൈസ്. കൊണ്ട് അടച്ചിട്ടുണ്ട്. ഉണ്ട് ഇച്ചിരി ഇതുണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ തിന്നെ തോണ്ടി അങ്ങ് തിന്നാം ഗൈസ്. ഫുഡ് വേസ്റ്റ് ആക്കണ്ട. ഫുഡ് വേസ്റ്റ് ആക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലേ. ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മൾ രാത്രി ഇട്ടിട്ടുണ്ട്. മഹാദേവൻ അവിടെ ഉണ്ട്. ചെറിയൊരു വെട്ടമുണ്ട് ഗൈസ്. എന്നാലും പുറത്തുള്ള ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ കണ്ട മഹാദേവൻ താണ്ട ഗൈസ്. നമുക്ക് കഴിക്കാം ഗൈസ്. കഴിച്ചു തുടങ്ങാം. ഓക്കെ നമുക്ക് തുറക്കടാ. എന്തിയാ തിന്നല്ലേ ഉണ്ട് മാറിയ സ്പൂണൊക്കെ ഉണ്ട്. എൻ്റെ ഐസ് ഫോർക്ക് ഉണ്ട്. ഇത് നമ്മൾ വൈകിട്ട് ഉണ്ടാക്കിയോണ്ട് ഇതിൻ്റെ ചൂടൊക്കെ പോയിട്ടുണ്ട് ഗൈസ്. നല്ല രീതി എന്നാലും നമുക്ക് എല്ലാം കഴിക്കാം. നമുക്ക് വേറെ വൈകിട്ട് നമുക്ക് രാത്രി ആയതുകൊണ്ട് നമുക്ക് ഒന്ന് കുക്ക് ചെയ്യാൻ വരാത്തതാണ്. കഴിച്ചാടാ. കഴിച്ചു നോക്കട്ടെ. ഓ വെട്ടമില്ല ഐസ്. വെട്ടമെന്ന് ജസ്റ്റ് എങ്ങനെയുണ്ട്? കൊള്ളാൻ കഴിച്ചു. പക്ഷെ ആ ചൂട് പോയപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റിങ് പോയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഞാൻ ഇനി കഴിക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ ഗൈസ് രാത്രി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ പോവാണ് ഗൈസ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി കറിവേപ്പിലയൊക്കെ എടുക്കുന്നുണ്ട് ഗൈസ്. അതൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ചിക്കൻ ഇട്ടിട്ടുണ്ട് ഗൈസ്. അത് കാണിക്കാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. അപ്പോൾ ഗൈസ് നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് കഴിക്കാൻ പോവാണ്. ഞാനും മഹാദിനൊക്കെ വിളമ്പിയിട്ടുണ്ട് ഗൈസ്. മഹാൻ അടിപൊളിയാണെന്നൊക്കെ പറയുന്നുണ്ട് ഗൈസ്. അതിനുശേഷം ഞങ്ങൾ കിടന്ന് ഉറങ്ങുകയാണ് ഗൈസ്. അപ്പം സെക്കൻഡ് പാർട്ടിൽ ബാക്കി കാണാം.